വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. ബംഗാളിൽ കോൺഗ്രസ് അല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസാണ് തകർന്നിരിക്കുന്നത്. കോൺഗ്രസിന് ഇപ്പോഴും വലിയ തോതിൽ അവരുടെ ആശയങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന, അവരുടെ ആശയങ്ങളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ താല്പര്യമുള്ള ജനവിഭാഗങ്ങളുണ്ട്. അവരിലേക്ക് മുഴുവൻ സമയം പ്രവർത്തനം നടത്താൻ കോൺഗ്രസിന്റെ വോളണ്ടിയർമാരെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ACC നേതൃത്വം. ജാർഖണ്ഡിൽ നിന്നുള്ള വനിത MLA ആയ ചെറുപ്പക്കാരിയായിട്ടുള്ള അംബ പ്രസാദിനെ സംഘടനാ ചുമതല കൊടുത്ത് ബംഗാളിലേക്ക് അവരോധിക്കാൻ നിർണായക നീക്കം നടത്തുകയാണ്. ഇതിനിടയിൽ BJP നേതൃത്വം പറയുന്നത് മഹുവ മൈത്രയും സൈനി ഘോഷമടക്കം എല്ലാവരും BJPയിലേക്ക് ചേക്കേറുമെന്നാണ്. വിമത MPമാർക്ക് ഇനി അധിക നാൾ തൃണമൂൽ കോൺഗ്രസിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുള്ളവർ ഇനി എല്ലാവരും BJPയിലേക്ക് ചേരുന്ന സാഹചര്യമായിരിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞത്. ഇന്ത്യ ടുഡേയിലൊക്കെ വന്ന വാർത്ത എന്ന് പറയുന്നത് കൃത്യമായും ഇനി CPM അവിടെ തഴച്ചു വളരും, അവർക്ക് പല ഓഫീസുകളും തിരികെ കിട്ടി എന്നൊക്കെ തട്ടിവിടുകയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത് അതൊന്നുമല്ല അവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇടതുപക്ഷ പാർട്ടികൾക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ല. എന്നാൽ കൃത്യമായി BJP എതിരിടുന്ന രീതിയിൽ കോൺഗ്രസിനവിടെ വേരോട്ടം തിരികെ കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയാണോ ആന്ധ്രാപ്രദേശിൽ തെലങ്കാന മേഖലയിൽ മാത്രം കോൺഗ്രസ് തഴച്ചു വളർന്നത്, അതുപോലെ നേതൃപാടവത്തിന് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന പല യുവ നേതാക്കളുമുണ്ട്. അവർ തീർച്ചയായും കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി പോരാടുക തന്നെ ചെയ്യും എന്നാണ് കോൺഗ്രസിന്റെ മുൻ MPയും മുൻ ലോക്സഭാ പാർട്ടിയുടെ നേതാവുമായിരുന്ന അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുന്നത്. തന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച യൂസഫ് പത്താൻ അടക്കം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനൊപ്പം യോജിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള MLAമാരും അതുപോലെ തന്നെ അവിടെയുള്ള ഭൂരിഭാഗം സെക്യുലർ ജനവിഭാഗങ്ങളും ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം അണിയറയിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുകയാണ്. BJPയുടെ വർഗീയതയോട് കിടപിടിക്കാൻ കോൺഗ്രസിന് മാത്രമേ ഈ രാജ്യത്ത് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്ക് ഉണ്ടായിരിക്കുന്നുവെന്ന് അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞിരിക്കുകയാണ്. ജാർഖണ്ഡിൽ മികച്ച രീതിയിലാണ് JMMഉം കോൺഗ്രസും മുന്നോട്ട് പോകുന്നത്. രാജ്യസഭയിലുണ്ടായ കോൺഗ്രസിന്റെ പരാജയം അത് അവർ ചോദിച്ചു വാങ്ങിയതാണ്. അത് അവരുടെ അധികാരധാർഷ്ട്യം കൊണ്ടുണ്ടായതാണ്. എന്തും കാണിച്ചാൽ MLAമാർക്കിടയിൽ വില പോവുകയില്ല എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടായിരിക്കണം. അതില്ലാത്ത പക്ഷം വലിയ വില കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് കൊടുക്കേണ്ടി വരുമെന്ന തിരിച്ചറിവ് ജാർഖണ്ഡിന്റെ കാര്യത്തിൽ വ്യക്തമാണ്. ബംഗാളിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ആഘോഷിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്നും അധീർ രഞ്ജൻ ചൗധരി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്.